റേഡിയോ കോളർ എം കമലുണ്ട് നമുക്കൊപ്പം. കമൽ, ഈ വയനാടുകാർക്ക് ഒരു തരത്തിലും ജീവിക്കാൻ പറ്റുന്നില്ല എന്നൊരവസ്ഥയിലേക്കൊക്കെ എത്തിച്ചേരുകയാണ് കാര്യങ്ങൾ. അപ്പോൾ ഇങ്ങനെ ഈ കാട്ടുമൃഗങ്ങളൊക്കെ ഇറങ്ങുന്നത് അവിടെ ഒരു നിത്യസംഭവമായിട്ട് മാറിയിട്ടുണ്ട്. ഇതിപ്പോൾ റേഡിയോ കോളർ ഘടിപ്പിച്ച ആനയാണ് ഇറങ്ങിയിരിക്കുന്നത്. ഇത് കർണാടക വനമേഖലയിൽ നിന്നെത്തിയ ആനയാണ് എന്നുള്ളതിൽ ഒരു സ്ഥിരീകരണമായിട്ടുണ്ടോ കമൽ? അങ്ങനെ തന്നെയാണ് കരുതുന്നത്. ആന ഇത് അതിന്റെ തൊട്ടു മുന്നിലൂടെയാണ് ഇപ്പോൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. മാനന്തവാടി ടൗണിൽ ട്രഷറിക്കും പോലീസ് സ്റ്റേഷനും സമീപത്താണ് ആനയുള്ളത്. പോലീസും വനമാനവരും ഒക്കെ പുറകെയുണ്ട്. പക്ഷെ ആന മുന്നോട്ട് തന്നെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ദൃശ്യങ്ങൾ കാണുന്നുണ്ടോ? കാണുന്നുണ്ട്, വ്യക്തമാണ്. ഇത് മാനന്തവാടി ഫോറസ്റ്റ് ഗസ്റ്റ് ഹൗസിൽ നിന്ന് ട്രഷറി താലൂക്ക് ഓഫീസ് വളപ്പിൽ നിന്നാണ് ഞാൻ ഈ ദൃശ്യങ്ങൾ പകർത്തുന്നത്. ആന ടൗണിന്റെ ഭാഗത്തേക്കാണ് പോകുന്നത്. അതായത് ഈ നഗരത്തിലേക്ക് ആന, അത് മാനന്തവാടി ടൗണിലേക്ക് പോവുകയാണോ കമൽ ആന? അതെ, സബ് ട്രഷറി എന്നുള്ള ബോർഡ് കണ്ട് അതന്നെ അടുത്തുകൂടെ ആന പോകുന്നു. ഓക്കെ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളടക്കം എനിക്ക് തോന്നുന്നു മാനന്തവാടി ഗവൺമെന്റ് കോളേജ് അടക്കമൊക്കെ ആ പ്രദേശത്തല്ലേ, അങ്ങോട്ടൊക്കെയാണോ? ഇത് ടൗണിലേക്കാണ് നീങ്ങുന്നത്. മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിന് സമീപത്തേക്കാണ് ഇപ്പോൾ ആന നീങ്ങുന്നത്. ആന വളരെ അപകടകരമായ സാഹചര്യമാണുള്ളത്. പക്ഷെ ആന ഇതുവരെ നാശനഷ്ടം ഉണ്ടാക്കിയിട്ടില്ല. ഈ ജനങ്ങളൊക്കെ എങ്ങനെയാണ് കമൽ അവിടെ? അവർ പരിഭ്രാന്തരാണോ? എന്താണ് ഈ ആന ടൗണിലേക്കൊക്കെ നീങ്ങുമ്പോ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? നിയന്ത്രണ വിധേയമാണോ? ആളുകളെ മാറ്റില്ല. പക്ഷെ ആന ചായക്കടയ്ക്ക് സമീപത്തൂടെ ആണ് ആന പോകുന്നത്. ആന തിരിയുന്നുണ്ട്. ആന അങ്ങോട്ട് തന്നെ നീങ്ങുകയാണ്. ഓക്കെ. അതായത് വയനാട്ടിലെ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാന ഇപ്പോൾ ഈ നഗരത്തിലേക്ക് കടക്കുന്നു. മാനന്തവാടി ടൗണിലേക്ക് ആന നടന്നു നീങ്ങുന്ന തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ മാതൃഭൂമി ന്യൂസിലൂടെ കാണുന്നത്. എം കമൽ പിന്തുടരുകയാണ്. കമൽ, ഈ വനം വകുപ്പിന്റെ നേതൃത്വത്തിലുള്ള ഈ ആനയെ കാടുകയറ്റുന്ന നടപടികൾ അത് തുടരുകയാണോ? ഈ ആന ജനവാസ മേഖലയിലേക്ക് പോകുമ്പോൾ കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന തലത്തിലേക്കൊക്കെ എത്തുന്നുണ്ടോ? ആന ജനവാസ മേഖല നഗരത്തിലേക്കാണ് ഇപ്പോൾ നീങ്ങുന്നത്. വനം ജീവനക്കാർ പുറകെയുണ്ട്. പക്ഷേ ഇവിടെ നിന്ന് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ട്. കാരണം ഇവിടെ നിന്ന് ഓടിച്ചു കയറ്റില്ല. ഇപ്പോൾ തന്നെ ഒരു ജീപ്പ് ഹോൺ അടിച്ചതോടെ ആന തിരിയുന്നു. ഈ ആന അവിടെ തന്നെ അങ്ങ് നിലയുറപ്പിച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണല്ലോ കമൽ. അത് നിൽക്കുകയാണല്ലേ? ആന അവിടെ നിൽക്കുമല്ലേ? ആന ഇപ്പോൾ ഇത് ട്രഷറിയുടെ കോടതിയുടെ ഭാഗത്തേക്ക് ഓടി വരികയാണ്. ഞാനിപ്പോൾ ഉള്ളത് മാനന്തവാടി കോടതിയുടെ വരാന്തയിലേക്ക് ഓടി വരികയാണ്. പകർത്താനൊക്കെ ശ്രമിക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. വരുന്നത് വളരെ ഒരു അപകടകരമായ സ്ഥിതിവിശേഷം തന്നെയാണ് വയനാട്ടിലേത്. കാരണം ആന ഈ ടൗണിൽ നിൽക്കുകയാണ്. അത് കോടതി സമുച്ചയത്തിനടുത്തേക്കൊക്കെ ആന നടന്നു വരുന്നു. ഈ കമൽ, ഈ മേഖല എന്ന് പറയുന്നത് ഇവിടെ ഈ വലിയ വനമേഖലയോ അല്ലെങ്കിൽ ഈ തോട്ടം മേഖലയോ ഒന്നുമല്ല. ഈ ആന എവിടുന്നാണ് വന്നത്? അല്ലെങ്കിൽ ഇനി ഈ ആനയെ എങ്ങോട്ട് കാട് കയറ്റാനാണ് ഈ വനംവകുപ്പിന്റെ നിലവിലെ ഒരു നടപടി? കാരണം അവിടെ ഈ പ്രത്യേകിച്ച് വനമേഖലയൊന്നും അല്ലല്ലോ ഇത്. മാനന്തവാടി നഗരത്തിനടുത്ത് വനമേഖലയുണ്ട്. പക്ഷെ ഇതിനെ രാവിലെ കണ്ടത് പൂർണ്ണമായും ജനവാസ മേഖലയിൽ പായോട് എന്ന സ്ഥലത്താണ്, ഗവൺമെന്റ് കോളേജിന് സമീപം. റേഡിയോ കോളർ ഉള്ളത് തന്നെ കർണാടക വനമേഖലയിൽ നിന്നാണ് വന്നതെന്ന് ഉറപ്പാണ്. കാരണം വയനാട്ടിൽ ഇത്തരത്തിലൊരു ആനയെ റേഡിയോ കോളർ ചെയ്തിട്ടില്ല അടുത്ത കാലത്തൊന്നും. അതുകൊണ്ട് തന്നെ ഇത് കർണാടകയിൽ നിന്ന് വന്ന ആനയാണെന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ അതിന്റെ സിഗ്നലുകൾ വയനാട്ടിൽ നേരത്തെ ലഭിച്ചിരുന്നു. ഇടയ്ക്ക് സിഗ്നലുകൾ കട്ടായി.